ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ വാറണ്ടി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഐഫോൺ 12, 13, 11 ഒക്കെ ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്ന് വെച്ചാൽ റീസെന്റ് തന്നെ ഞാൻ ഇത്ര കാലം ഐഫോൺ 13 ആണ് ഉപയോഗിക്കുന്നത്. ഓൾമോസ്റ്റ് 1.5 കൊല്ലം ഇയർ ആയതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാറണ്ടി ഒക്കെ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ 17.5 അപ്ഡേറ്റ് വന്നപ്പോൾ തന്നെ ചെറുതായിട്ട് അതിന് ഇഷ്യൂ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡിസ്പ്ലേക്ക്. അതായത് ചില സമയത്ത് ഒരു വൈറ്റ് ലൈൻ ഒക്കെ നമുക്ക് അതിന്റെ സെന്ററിലൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇടക്കിടയ്ക്ക്, എപ്പോഴും ഇല്ല. എനിക്ക് തോന്നുന്നു സോഫ്റ്റ്വെയർ ഇഷ്യൂ ആയിരുന്നു തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹാർഡ്വെയർ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് 17.5.1 ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇടക്കിടയ്ക്ക്, എന്ന് വെച്ചാൽ മറ്റത് ഫ്രീക്വൻസി അത്ര ഉണ്ടാകുന്നില്ല, പക്ഷെ ഇത് ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് ആ വൈറ്റ് ലൈൻ ഇടക്കിടയ്ക്ക് വന്നിട്ട് പോവുക. അങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഫോൺ വിറ്റു, എക്സ്ചേഞ്ച് ചെയ്തെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എന്നിട്ട് നമ്മൾ പുതിയ ഫോൺ എടുത്തു. ഇപ്പം എന്താ വെച്ചാൽ അണ്ടർ വാറണ്ടി ആണല്ലോ, അപ്പോൾ നമുക്ക് പുതിയ ഐഫോൺ എടുത്തു ഞാൻ. അപ്പോൾ ഇതിപ്പോൾ അണ്ടർ വാറണ്ടി ആണ്. അപ്പോൾ 15 സീരീസ് എടുത്തു. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഇതുപോലെ തന്നെ നമ്മുടെ ഐഫോൺ വാറണ്ടി കഴിഞ്ഞ ഐഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കാൻ പറ്റാണ്ട് നമ്മുടെ ആൻഡ്രോയിഡിന്റെ ലോക്കൽ സാധനങ്ങൾ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇവരാണെങ്കിൽ ഞാൻ ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഐഫോൺ 13 ഒരു ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേ പറഞ്ഞത് 23,000 രൂപയ്ക്കാണ് പറയുന്നത്. അതിന് നല്ല കിടിലൻ ആൻഡ്രോയിഡ് ഫോൺ ഇപ്പോൾ കിട്ടും ആ ഒരു പൈസയ്ക്ക്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പണി കിട്ടണ വഴി അറിയില്ല. പിന്നെ നമ്മൾ കേസും പുല്ലാപ്പിനൊക്കെ പിന്നാലെ പോകേണ്ടി വരും. കുറേ സമയം നഷ്ടം വരും. ഞാൻ അതിനൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്തത്. നമുക്ക് അതിന് ഓൾമോസ്റ്റ് ഒരു 36 രൂപ നമുക്ക് കിട്ടി എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ. നമ്മൾ അതിൻ്റെ വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു. ആമസോൺ ത്രൂടെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചത്. അപ്പോൾ ആമസോണിൽ ശരിക്കും സോഫ്റ്റ്വെയർ ചെക്കിങ് സംഭവമൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരൊരു ഇൻസ്റ്റാളേഷൻ ഒരു 10-30 മിനിറ്റ് പിടിക്കും അവരെ എക്സ്ചേഞ്ച് പ്രോസസ്സൊക്കെ. അപ്പോൾ ഭയങ്കര ഹെക്ടിക്കാണ്. നമ്മൾ ഗൂഗിൾ പിക്സൽ വാങ്ങിച്ചാൽ അങ്ങനെയായിരുന്നു എക്സ്ചേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടുണ്ടാകും, അത് കാണാത്ത പോയി കണ്ടു കേട്ടോ. അപ്പോൾ രണ്ടെണ്ണത്തിലും നിങ്ങൾക്ക് ഏതാ ബെറ്റർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഇതുപോലെ തന്നെ എന്താ പറയുക, ഒരു വാറണ്ടി കഴിഞ്ഞ ഐഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാൻ മറക്കണ്ട. നല്ല പണി കിട്ടും. ഇത് ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്താലും ഒന്നും കിട്ടില്ല. ചില സമയത്ത് എക്സ്ചേഞ്ചുകാർ പോലും എടുക്കില്ല. അപ്പൊ അങ്ങനത്തെ പണി കിട്ടില്ല, ചിലപ്പോൾ അത്രയ്ക്ക് നഷ്ടം വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മാറ്റിയത്. നമ്മൾ നഷ്ടം നോക്കാണ്ട് പെട്ടെന്ന് മാറ്റാൻ അതാ കാരണം. എന്താ വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ ഞാൻ എടുത്തത് ഐഫോൺ 15 256 GB വേരിയന്റ് ആണ് എടുത്തത്. പ്രോ സീരീസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഒരു 1 ലക്ഷത്തിന്റെ 1.5 ലക്ഷത്തിന്റെ കാശ് കൊടുത്ത് ഐഫോൺ വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഫോൺ വാങ്ങിക്കാനോ നമുക്ക് തലക്കിടാനൊന്നുമില്ല. നമ്മൾ ഫൈനാൻഷ്യൽ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇതിപ്പോൾ എനിക്ക് ഓഫർ അടക്കം ഓൾമോസ്റ്റ് കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നത് 36 രൂപയാണ് കൊടുക്കേണ്ടി വന്നത് ഈ സാധനം. എക്സ്ചേഞ്ച് പ്രൈസും വിത്ത് ഇൻക്ലൂഡിങ് നമുക്ക് ICICI ബാങ്കിന്റെ ഡിസ്കൗണ്ട് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ GST സംഭവമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ, റീഫണ്ട് സംഭവമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 35,000 രൂപയ്ക്ക് നമുക്ക് സാധനം കിട്ടിയെന്ന് പറയാം. അപ്പോൾ പ്രൈസിന് അത്യാവശ്യം വാല്യൂ ഫോർ സംഭവം തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതിന് വാറണ്ടി ഇല്ലെങ്കിൽ ഇപ്പോൾ കുറേ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, പ്രത്യേകിച്ച് ഐഫോൺ 15 നമുക്ക് ഇതുപോലെ തന്നെ ഈ ഡിസ്പ്ലേ ഇഷ്യൂ വന്നിട്ടില്ല. ആ ടൈമിൽ ഇറങ്ങി 13, 12 ആ ടൈമിൽ ഇറങ്ങിക്കുന്ന ഡിസ്പ്ലേ AMOLED ഡിസ്പ്ലേക്കാണ് ഇഷ്യൂസുകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ടൈമിൽ ഉപയോഗിക്കുന്ന, ആ ടൈമിൽ വാങ്ങിച്ച ആ മോഡൽസുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക തന്നെ വേണം. എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിൽ ഇതുപോലെ വൈറ്റ് സ്ക്രീൻ അല്ലെങ്കിൽ വൈറ്റ് ലൈൻ ഇഷ്യൂ, ഗ്രീൻ ലൈൻ ഇഷ്യൂ, ഇങ്ങനത്തെ ഇഷ്യൂകൾ AMOLED ഡിസ്പ്ലേയിൽ നിങ്ങൾ വരാം. അപ്പോൾ ഇത് എല്ലാ ബ്രാൻഡ്സിനും വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അത് ഹാർഡ്വെയർ ഇഷ്യൂ ആയിട്ടാണ് വരുന്നത്. സോഫ്റ്റ്വെയർ ഇഷ്യൂ വന്നിട്ട് അത് ഹാർഡ്വെയറിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഹാർഡ്വെയർ പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഉണ്ടാവും. അതും ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ കുറേ പേര് അത് ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ അത് ഇങ്ങനെ കൂടി വരും. പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ ഒന്നും കിട്ടില്ല. പിന്നെ ആ കാശ് ഫുൾ വെറുതെ നഷ്ടമായി പോവാണ്. നിങ്ങൾക്കറിയാം, പണ്ട് നമ്മൾ ഐഫോണൊക്കെ 5 കൊല്ലം 6 കൊല്ലമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഐഫോൺ അല്ല, ഇപ്പോൾ ഗൂഗിൾ പിക്സൽ ആയാലും ഇപ്പോൾ സാംസങ് ആയാലും S23 ആയാലും 7 കൊല്ലമൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സംഭവമൊക്കെയാണ് പ്രോമിസ് ചെയ്യുന്നത്. അത്ര കാലം നിൽക്കാൻ വഴിയില്ലെന്ന് വെച്ചാൽ അവരെ പുതിയ മോഡൽസ് അവർക്ക് ചിലവാണല്ലോ. അതിനുള്ള ഉടായ്പ പരിപാടികളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ. അപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ നമ്മുടെ TV-കളടക്കം 3 കൊല്ലം 4 കൊല്ലം ഇതിന്റെ മുകളിലേക്ക് പോകുന്നില്ല. അത് ബ്രാൻഡിന്റെ കസ്റ്റമർക്കാരോടൊക്കെ അങ്ങനെ പറയണം, അത്ര കൊല്ലം നിൽക്കുള്ളൂ. പണ്ടത്തെ TV-ഒക്കെ നിങ്ങൾ നോക്കിയാൽ 10 കൊല്ലമൊക്കെ നിൽക്കേണ്ടത്. അപ്പൊ അതൊക്കെയാണ് ഡിഫറൻസ്. എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ പുതിയ മോഡൽസ് സെയിലാവണം, സെയിൽസ് കൂടണം, അല്ലെങ്കിൽ അവർക്ക് പണി കിട്ടും. അപ്പൊ അവരതിനുള്ള ഉടായ്പ പരിപാടി എന്തായാലും ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇതിന്റെ വീഡിയോ വെക്കാൻ തന്നെ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഇതുവരെ നമ്മുടെ പുതിയ ചാനൽ GHH വേൾഡിന്റെ അപ്ഡേറ്റിന്റെ സമയത്തൊക്കെ നമ്മൾ ഇതിന്റെ അപ്ഡേറ്റ് റിവ്യൂ സംഭവങ്ങളൊക്കെ നമ്മൾ ആ പുതിയ ചാനൽ ഇടാറുണ്ട്. GHH വേൾഡ് എന്നാണ് ചാനലിന്റെ പേര്. നമ്മളതിൽ ഫൈനാൻഷ്യൽ ന്യൂസ്, ടെക്നിക്കൽ ന്യൂസ് ഇതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് വെക്കാനൊന്നും മറക്കണ്ട. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്താ പറയാ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീഡഡ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ നമ്മളതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സംഭവത്തിൽ നമ്മൾ ഷെയർ ചെയ്തപ്പോൾ തന്നെ കുറേ പേര് പറയണത് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത് സേഫ് ആണോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് വേറെ രക്ഷയില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സൈബർ വേൾഡിൽ നമ്മുടെ
ഇപ്പോൾ ഫോൺ ആയിക്കോട്ടെ ലാപ്പ് ആയിക്കോട്ടെ എല്ലാം നമ്മുടെ സോഫ്റ്റ്വെയർ ഒക്കെ കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ തന്നെ ആയിട്ടത് പോലും നമുക്ക് സുഖമായിട്ട് തന്നെ ആൾക്കാർക്ക് ഹാക്ക് ആവുന്നുണ്ട്. അപ്പൊ ഇത് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര വൾണറബിലിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ശരിക്കും അത് നമ്മുടെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ട സംഭവമാണ്. പക്ഷെ കുറെ പേര് ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് ശരിക്കും അതുപോലെ ഒരു സൊല്യൂഷൻ അല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഇത് മാറ്റാൻ തന്നെ കാരണം. അപ്പോൾ പുതിയ എനിക്ക് വലിയ ക്യാമറ ഡിഫറൻസ് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ iPhone 15 വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എത്ര രൂപ കിട്ടി എങ്ങനെ വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാണാൻ മറക്കണ്ട. അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ള ബ്ലാക്ക് എഡിഷനാണ് വാങ്ങിച്ചത്. ബാക്കിയൊക്കെ കൂതറ കളറാണ്, വൈറ്റ് എന്താ പറയാ ബ്ലൂ അതുപോലെ പിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം കണ്ട വൈറ്റ് പോലെ ഇരിക്കുക. അപ്പൊ അതുകൊണ്ട് എനിക്ക് ബ്ലാക്ക് തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്ലാക്ക് തന്നെ എടുത്ത്. അപ്പോൾ ഞാൻ പുതിയൊരു കേസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു നോർമൽ എക്സിമോ എന്ന് പറഞ്ഞൊരു കേസാണ് ആമസോണിന് 350 രൂപയുള്ളൂ. പക്ഷെ അതെനിക്ക് തോന്നുന്നു അത്രയ്ക്ക് വലിയ ഡ്രോപ്പ് പ്രൊഡക്ഷൻ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രിപ്പ് എന്ന് പറഞ്ഞൊരു കൊറിയൻ ബ്രാൻഡിന്റെ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. 1600 രൂപ സംതിങ്. ഇതിൽ നമുക്ക് മെയിനായിട്ട് ഡിഫറൻസ് വന്നേക്കുന്നത് ഈ സാധനമാണ്. നമ്മുടെ എന്താ പറയാ, അയ്യോ ഇതിന്റെ പേര് മറന്നുപോയല്ലോ, പേര് അറിയാവുന്നവർ കമന്റ് ചെയ്യാട്ടാ. എന്തോ ഒരു ഐലൻഡ് വന്നിട്ടുണ്ട് ഡിസ്പ്ലേയില്. പിന്നെ ക്യാമറയുടെ സെൻസർ 45 മെഗാ പിക്സൽ ആയിട്ടുണ്ട്. ടൈപ്പ് സി ആയിട്ടുണ്ട്. പറയുമ്പോൾ 2.0 ആണ്, എന്നാലും പോട്ടെ. ടൈപ്പ് സി ആയിട്ടുണ്ട്. നമുക്ക് നോർമലി നമ്മുടെ എന്താ പറയാ SSD ഒക്കെ കണക്ട് ചെയ്യാലോ. അതൊക്കെയാണ് മെയിൻ ഡിഫറൻസ് വന്നേക്കുന്നത്. പിന്നെ പ്രൊസസ്സറും മറ്റേതും വലിയൊരു സംഭവം പുതിയതൊക്കെ തന്നെയാണ്. പക്ഷെ വലിയ പെർഫോമൻസ് ഡിഫറൻസ് ഒന്നും നമ്മൾ നോട്ടീസ് ചെയ്യുകയും ചെയ്യില്ല. നോർമൽ സംഭവത്തിലൊന്നും നോട്ടീസ് ചെയ്യും ചെയ്യില്ല. അത് നിങ്ങൾ നോക്കണ്ട. പക്ഷെ ഈ ചെറിയ സംഭവങ്ങളൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഒരു iPhone 13 ആയിട്ടൊക്കെ നിങ്ങൾ iPhone 13 14 സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. iPhone 13 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 30% ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് പറയാം. നമ്മളിത് എക്സ്ചേഞ്ച് ആയിട്ട് ഇത്രയും പ്രൈസിന് കൊടുത്ത് ഇത് വാങ്ങിച്ചത് കൊണ്ട് തന്നെ നമുക്ക് വലിയ വാല്യൂ ഫോർ മണി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ശരിക്കും തന്നെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 128 GB തന്നെ 71,000 ഉണ്ട്, 71,000 ഉണ്ട്. 250 GB 81,000 ഉണ്ട്. അപ്പോൾ അത്രയും പ്രൈസാണ്. ശരിക്കും നിങ്ങൾ ഓൾറെഡി ഒരു 13 ഉപയോഗിക്കുന്നതാണെങ്കിൽ അണ്ടർ നിങ്ങൾ വാറണ്ടിയിലൊക്കെ ആണെങ്കിൽ തന്നെ അത് മാറ്റുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ വാങ്ങിച്ചപ്പോൾ പോലെ തന്നെ എക്സ്ചേഞ്ച് ആയതുകൊണ്ടും ഓഫേഴ്സും ഒക്കെ ആയതുകൊണ്ടും നമുക്ക് അത്യാവശ്യം നല്ല ഡീലിൽ കിട്ടിയെന്ന് പറയാം. അപ്പൊ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വന്നത്. അപ്പൊ നിങ്ങൾ വാറണ്ടി കഴിഞ്ഞ iPhones ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കഴിഞ്ഞപ്പോൾ നമ്മുടെ 2 ചാനൽ കാണാത്തവർ കണ്ടു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ajnb.banksupport.in നിങ്ങൾക്ക് സന്ദർശിക്കാം. നിങ്ങൾക്ക് അത് കൂടെ ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ ക്രെഡിറ്റ് സ്കോർ ചെക്ക്, സിവിൽ സ്കോർ ചെക്ക് ചെയ്യാം, ഫ്രീ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ റെഫറൽ ലിങ്ക് ത്രൂ തന്നെ ഈസി ആയിട്ട് കാർഡ് കിട്ടാനൊക്കെ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കഴിഞ്ഞപ്പോൾ നമ്മുടെ രണ്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞാണല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.